ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് പാൽപ്പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രസ്മലായിയുടെ റെസിപ്പിയാണ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ഈ രസ്മലായി എന്ന് പറയുന്നത്. അപ്പം അത് എങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതെന്നാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ ഞാൻ ഈ രസ്മലായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒന്നും ചേർക്കാത്ത പാല് ഒഴിച്ചു കൊടുക്കുവാണ്. നല്ല കട്ടിയിലുള്ള പാലാണെങ്കിൽ ഏറ്റവും നല്ലത്. 250 ml 4 കപ്പ് പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത്. പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂൺ കാടമം പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ്. മിൽക്ക് മെയ്ഡും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടി നല്ലപോലെ മിക്സായി വന്നതിന് ശേഷം വേണം തീ ഓണാക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് നമുക്ക് ഈ പാലിന്റെ കൂട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി കുറച്ചും കൂടി മധുരം വേണം എന്നുള്ളവർക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇവിടെ ഞങ്ങൾക്ക് അധികം മധുരം താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇത്രയും ചേർത്ത് കൊടുത്തുള്ളൂ. നിങ്ങൾ നോക്കിയതിന് ശേഷം മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ചൂടോടുകൂടി ഇത്തിരി മധുരം മുൻപിൽ തോന്നിയാലും തണുത്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും. ഇങ്ങനെ ഇത് ചെറിയ തീയിലിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുക. തിളച്ച് കഴിഞ്ഞ ശേഷം ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ഒരു 10 മിനിറ്റും കൂടി കുറച്ചൊന്ന് പാല് വറ്റാനായിട്ട് വെക്കുക. അതായത് 4 കപ്പ് എന്നുള്ളത് ഒരു 3.5 കപ്പ് 3 കപ്പൊക്കെ ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഈ പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് പാൽപ്പൊടി കൊണ്ട് നമുക്ക് ആ രസ്മലായിക്ക് വേണ്ടുന്ന ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഇവിടെ 1 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുട്ട നല്ലതുപോലെ ഒരു ബൗളിലിട്ട് ബീറ്റ് ചെയ്തിട്ട് കുറച്ച് വീതമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം മുട്ട ചെറിയ സൈസിലുള്ള മുട്ട എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മുട്ടയുടെ അളവ് കൂടിപ്പോയാൽ ഈ ബോൾസ് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഹാർഡായി മാറാനായിട്ട് സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഇത് കുഴച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും, നല്ല ഒട്ടൽ തോന്നും. ആ സമയത്ത് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാവുന്നതാണ്. കുഴയ്ക്കുമ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ രസ്മലായി ഉണ്ടാക്കുന്ന സമയത്ത് വരാൻ സാധ്യതയുള്ള 2 മിസ്റ്റേക്കുകൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ ബോൾസ് പാലിലിട്ട് വേവിക്കുമ്പോൾ ഹാർഡായിട്ട് തന്നെ ഇരിക്കും, നടുക്കൊക്കെ ഹാർഡായിട്ടിരിക്കും. അങ്ങനെ വരുന്നത് മുട്ടയുടെ അളവ് കൂടുമ്പോഴാണ്. അത് ഒഴിവാക്കാനായിട്ടാണ് ചെറിയ മുട്ട ഉപയോഗിക്കാനായിട്ട് പറഞ്ഞത്. മുട്ടയുടെ അളവ് കൂടുന്തോറും ഹാർഡാവും. അപ്പോൾ അതൊരു കാര്യം. അത് മാത്രമല്ല മുട്ട ചേർത്ത് കൊടുക്കുമ്പോഴും കുറച്ച് വീതം ചേർത്ത് കൊടുത്ത് കുഴയ്ക്കുക. ഒന്നിച്ചിട്ട് കുഴയ്ക്കാൻ പാടില്ല, അപ്പോഴും അത് കറക്റ്റായിട്ട് വരില്ല. പിന്നെ അടുത്ത മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളത് ഈ ബോൾസ് പാലിലിട്ട് വേവിക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. അത് ഒഴിവാക്കാനായിട്ട് ഈ കുഴയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ, അതിലും കൂടാൻ പാടില്ല, 1/4 ടീസ്പൂൺ വെള്ളമെടുത്ത് തുള്ളിയായിട്ട് ചേർത്ത് കൊടുത്ത് കുഴയ്ക്കുക. അപ്പോഴും നമുക്ക് ഈ പൊടിഞ്ഞു പോകുന്ന പ്രശ്നം ഒഴിവാക്കാനായിട്ട് പറ്റും. അങ്ങനെ നല്ല രീതിയിൽ കുഴച്ചെടുത്ത ഈ പാൽപ്പൊടി വെച്ചിട്ടുള്ള ഈ കൂട്ട് നമുക്ക് 20 ബോൾസ് ആക്കി മാറ്റാം. അപ്പോൾ 20 ബോൾസ് ആക്കി എടുക്കുമ്പോൾ ക്രാക്ക് ഒന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കയ്യിൽ ഇച്ചിരി മയം പുരട്ടിയിട്ട് വേണം നമ്മൾ ബോൾസ് ഉണ്ടാക്കാൻ. അത് മാത്രമല്ല ബോളായിട്ട് തന്നെയല്ല വെക്കേണ്ടത്, കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ചെറിയതായിട്ടൊന്ന് ഫ്ലാറ്റൻ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. ഇതൊരു മയം പുരട്ടിയ പ്ലേറ്റിലോട്ട് വേണം ഇത് നിരത്തി വെക്കാൻ. അപ്പോൾ നമ്മുടെ പാലിൻ്റെ കൂട്ടൊക്കെ ഇവിടെ നല്ലതുപോലെ തിളച്ച് പാകമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം. ഇതിലേക്ക് ഇനി ആ എടുത്തു വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് 5 മിനിറ്റ് ആണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. 5 മിനിറ്റ് ആകുമ്പോൾ ഈ ബോൾസ് ഒക്കെ നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യരുത്, അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 5 മിനിറ്റ് തന്നെ വെന്താൽ മതി. അത് അത്രയ്ക്കുള്ള വേവ് മാത്രമേ ഉള്ളൂ ഇതിന്. പിന്നെ കുങ്കുമപ്പൂ ഉള്ളവർ കുറച്ച് കുങ്കുമപ്പൂ എടുത്ത് ആ പാല് തിളയ്ക്കുന്ന സമയത്ത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളറ് ഈ രസ്മലായിക്ക് കിട്ടും.
അപ്പം അത് ഓപ്ഷണലാണോ, ഉള്ളവർ ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് കൊടുത്താൽ ഇതിനൊരു നല്ല ടേസ്റ്റ് കിട്ടും, കുങ്കുമപ്പൂവിൻ്റെ ടേസ്റ്റും കൂടിയും വരും. അപ്പോൾ അതുള്ളവർ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഇതെല്ലാം നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്തു ഞാൻ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 10 പിസ്ത എടുത്തിട്ട്, പ്ലെയിൻ പിസ്ത എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം തണുപ്പിച്ചാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പം ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം. ഈ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. വളരെയധികം ശ്രദ്ധിച്ച് വേണം ബൗളിലോട്ട് മാറ്റാനായിട്ട്. കുത്തി ഇളക്കാനൊന്നും പാടില്ല, ഉടഞ്ഞു പോകും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് ഇതിലോട്ട് ഈ പാലിൻ്റെ കൂട്ടോടുകൂടി തന്നെ എടുത്ത് വെച്ചിട്ട് നമുക്കിത് ചൂടാറി നല്ലപോലെ തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാം. ഈ സമയത്ത് ഞാൻ കുറച്ച് കുങ്കുമപ്പൂ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് ഞാനൊന്ന് ഗാർണിഷ് ചെയ്യുവാണ്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമോട് കൂടിയിട്ടുള്ള രസ്മലായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ നല്ലതുപോലെ തണുപ്പിച്ചിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അത് ഇനേബിൾ ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുകൂടാതെ എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സും കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. അതിൽ കുറേ ടിപ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ഗുഡ് ബൈ.